നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, പൗർണമി കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഊർജം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മനസ്സ് ശാന്തമാക്കി വെച്ച് കേൾക്കുക. ഓക്കെ, 6 ഓഫ് സോഡാണ്. 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അതൊരു യാത്ര പോകുന്ന എനർജിയാണ്. എന്തൊക്കെയോ സഹിച്ച് മതിയായി പുതിയൊരു കാര്യത്തിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ കിട്ടിയിരിക്കുന്നത്. ജോബിൻ്റെ കരിയറിലാണെങ്കിൽ പുതിയ ജോബിലേക്ക് ശ്രമിക്കുന്നതായിരിക്കും. ഫാമിലി ലൈഫിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു തീരുമാനം എടുക്കാം, ഒരു ഡിവോഴ്സ് ഫയൽ ചെയ്യാം എന്നൊക്കെ കരുതി മുന്നോട്ട് പോകുന്നതായിരിക്കാം. മതിയായി, ഇനി സഹിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നി പോകുന്നതായിരിക്കാം. റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പരസ്പരം മടുത്തിട്ട് പിൻവാങ്ങി പോകുന്ന പുതിയൊരു കരതേടി പോകുന്നൊരു എനർജിയാണ്. മൂവിങ് ഓൺ, ചേഞ്ചസ്, മാറ്റങ്ങളിലേക്ക് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന. ഓക്കെ, ക്യൂൺ ഓഫ് വോൺസിൻ്റെ ഇതാണ് കറേജ്, കോൺഫിഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്. അതെ, അപ്പോൾ നിങ്ങൾ ഇത് മതിയായി പോകുന്നത് നിങ്ങളുടെ ആ കറേജ് വന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ആ ശക്തി തിരിച്ച് നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ അത് തിരിച്ചു പിടിച്ചു. നിങ്ങളുടെ എനർജിയെ, സ്ട്രെങ്ത്തിൻ്റെ എനർജിയെ തിരിച്ചു പിടിച്ചു. നിങ്ങളുടേതായ പാഷനിലേക്കും ആഗ്രഹം സബലീകരണത്തിലേക്കും പോകുന്നു. ഇനി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല എന്നുള്ളൊരു തോന്നലിലാണ് ഇങ്ങനെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കറേജ് കിട്ടിയത് കൊണ്ടാണ്. ഓക്കെ, ദ ചാരിയറ്റ് എന്ന് പറയുമ്പോൾ ശരിയും തെറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോവുക, കൺട്രോൾ ചെയ്ത് ഡയറക്ഷൻ, ഡിപ്പാർച്ചർ, കറേജ് എന്നൊക്കെയാണ് ജേണി. അതെ, ശരിയും തെറ്റും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ആക്ഷൻ എടുക്കുന്ന എനർജിയാണ്. അത് തന്നെയാണ് നിങ്ങൾ ഏതൊക്കെയോ സ്റ്റേജുകളിൽ നിങ്ങൾ മടുത്തു. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പോകാൻ തീരുമാനം എടുത്തിരിക്കുന്നത്.